ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കാട്ടുചേനയാണ് വെട്ടുന്നത്. ഒരു മാസം മുമ്പ് വരെ അവർക്ക് ഇവിടെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പൊ നോക്ക്, ഒരു കൊതുക് പോലും ഇല്ല. അതിന്റെ സൂത്രാണെന്ന് പറയാൻ പോകുന്നത്. മാത്രമല്ല, ചെലവ് കുറവാണ്. ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യേണ്ടതാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓരോ വീടുകളിലും ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുറഞ്ഞ കാലയളവിൽ തന്നെ കൊതുകുകളുടെ കുലം തന്നെ മുടിച്ചു കളയാൻ സാധിക്കും. അതിന് ചെയ്യേണ്ട വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഈ സൂത്രം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ചതാണത്. ഒന്നുമല്ല, ക്യാബേജാണ് അതിൽ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് പുതിയ ക്യാബേജ് കിട്ടിയില്ലെങ്കിൽ ഈ പച്ചക്കറി കടകളിലൊക്കെ അവർ ഈ വേസ്റ്റ് ആയത് മുറിച്ച് കളയുമല്ലോ, ആ മുറിച്ച് കളഞ്ഞത് കൊണ്ടുവന്നാൽ മതി. അത് കൊണ്ടുവന്ന് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുക. അതിനൊരു ടെസ്റ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിൽ നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റിൽ. അതിന്റെ അപ്പുറത്ത് കാണുന്നത് ക്യാബേജ് ഇട്ട വെള്ളമാണ്. 8ാമത്തെ ദിവസമാണ് ഇന്നേക്ക്. അപ്പൊ ആ 8ാമത്തെ ദിവസമായപ്പോഴേക്കും ഇതൊന്ന് അനക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം, നോക്ക്, നിറയെ പുഴുക്കളാണ് അതിനകത്ത്. ഈ പുഴുക്കളുള്ളത് മുഴുവനും ഈ കൊതുകിന്റെ കൂട്ടാടിയാണിത്. ഇത് നേരെ കൊണ്ടുപോയിട്ട് ചെരിച്ചു കളയാം. ഇപ്പുറത്ത് നോക്കൂ, ഈ വെള്ളത്തില്, ഇപ്പൊ ഈ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന വെള്ളത്തില് ഒരു കൊതുക് പോലും മുട്ടയിട്ടിട്ടില്ല. അപ്പൊ ഈ ക്യാബേജിന്റെ ഇലകൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിടുമ്പോൾ ഈ കൊതുകുകൾക്ക് എന്തോ ഒരു പ്രത്യേക വശീകരണ ശക്തിയുണ്ട് ഈ ക്യാബേജിന്റെ വെള്ളത്തിന്, ആ ചീത്ത ഗന്ധത്തിന്. അതിൽ തന്നെ പോയി ഈ പരിസരത്തുള്ള എല്ലാ കൊതുകുകളും അതിൽ തന്നെ വന്ന് മുട്ടയിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ചെരിച്ചു കളയുമ്പോൾ നോടൊപ്പം തന്നെ അടുത്ത ബാച്ച് നമ്മൾ ഇട്ടുവയ്ക്കണം. അപ്പൊ ഇപ്പൊ ചെറിയ കൊതുകുകളായിട്ട് പാറി നടക്കുന്നതെല്ലാം തന്നെ ഇതിൽ വന്ന് മുട്ടയിടും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ചെരിച്ചു കളയുക, പുതിയത് വയ്ക്കുക, ചെരിച്ചു കളയുക, പുതിയത് വയ്ക്കുക. ഇങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ഒരു 5ാമത്തെ ആഴ്ചയാണ് ഇത് ചെയ്യുന്നത്. ഈ 5ാമത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ ഈ ഔഷധവനമാണിത്. നിറയെ കൊതുകായിരുന്നു. ഇപ്പൊ കൊതുകിന്റെ ശല്യം ഇല്ലെന്ന് തന്നെ പറയാം. ഇവർക്ക് ഇവിടെ നല്ല സുഖമായിട്ട് ഇരുന്ന് മരുന്ന് വെട്ടാൻ പറ്റുന്നുണ്ട്. കംപ്ലൈന്റ്സ് ഇല്ല.